ഗൈസ്, അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൊലേറോ നമുക്ക് കിട്ടിയിട്ട് അത്യാവശ്യം വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഫ്ലോർ മാറ്റ്, അതായത് പഴയ വണ്ടിയിൽ ഫ്ലോർ മാറ്റ് വരുന്നില്ല, പക്ഷേ പുതിയ വണ്ടിയിലെല്ലാം നമ്മൾ ഫ്ലോർ മാറ്റിങ്, അതായത് കാർപ്പറ്റ് അല്ലാണ്ട് ഫ്ലോർ മാറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫിക്സഡ് ആയിട്ടൊരു സംഭവം ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്, ഒരുപാട് ഡീമെറിറ്റ്സും ഉണ്ട്. ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പൊടിയായാലും എന്തുണ്ടെങ്കിലും തുടച്ചെടുക്കാം, പൊടി പിടിച്ചിരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഓയമായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ചെറിയ ഫറ് പോലുള്ള ഒരു സ്പോഞ്ച് ടൈപ്പാണ്, അതിൽ പൊടി പിടിച്ചിരിക്കും, വെള്ളം ഈർപ്പം എല്ലാം പിടിച്ചിരിക്കും. ഫ്ലോർ മാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം തുടച്ചെടുക്കാൻ ഇതിനൊക്കെ യൂസ് ആയിരിക്കും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് നമ്മളെ പ്ലാറ്റ്ഫോം തുരുമ്പിക്കും. കാരണം വെയിലടിച്ചാലോ എന്ത് ചെയ്താലും ഈ ഈർപ്പം വലിഞ്ഞ് പോകത്തില്ല, കാരണം ഈ മാറ്റിനുള്ളിലായതുകൊണ്ട്. അപ്പോൾ നമ്മളിത് സെക്കൻഡ്സ് വണ്ടി എടുക്കുമ്പോൾ മെക്കാനിക്കൽ സൈഡ് ചെക്ക് ചെയ്യണം, എല്ലാ സൈഡും ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്കൊന്നും നോക്കണ്ട, പക്ഷേ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മളത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ എവിടെയും കൊണ്ടുപോകാമെന്നല്ല, വണ്ടി സേഫായിരിക്കും. അപ്പോൾ നമ്മളെ കിട്ടിയിട്ട് നമുക്കിനി അതും കൂടെ ഇളക്കി നോക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സീറ്റ്, ഫ്ലോർ മാറ്റ് എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത്, അഥവാ ഈർപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം വെയിലത്തിട്ട് ഉണക്കി, ഫ്ലോറിൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മൾ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഇല്ല, അപ്പോൾ ആ മ്യൂസിക് സിസ്റ്റം കൂടെ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. ഇത് വണ്ടിയുടെ അടിഭാഗത്തുനിന്ന് അധികം ഹീറ്റ് ഉള്ളിലോട്ട് വരാതിരിക്കാൻ ഇടുന്നൊരു ടൈപ്പ് ഓഫ് മാറ്റാണ്. ഇത് പഴയ മോഡൽ 8 സീറ്ററിന് വേണ്ടിയിട്ടുള്ള സ്പ്ലിറ്റ് സീറ്റ്, 2 പേർക്കുള്ളത്. പിന്നെ ഒരു ഡ്രൈവർ സീറ്റ്, അത് ബാക്കിലത്തെ ബെഞ്ച് സീറ്റ്, ഏറ്റവും ബാക്കിലത്തെ റോയിലെ സിംഗിൾ സീറ്റ്. ഇത് സത്യം പറഞ്ഞാൽ പഴയ വണ്ടിയിലൊക്കെ ഇടുന്നത് മണ്ടത്തരമാണ്. ഇതേപോലത്തെ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് അകത്ത് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. 2002 മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ തുരുമ്പ് ഇല്ല സത്യം പറഞ്ഞാൽ. സ്റ്റീരിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ മേടിച്ച സ്റ്റീരിയോ. ഇത് വെറും 450 രൂപ ഉള്ളൂ, ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇരുന്ന 2 സ്പീക്കേഴ്സും ഉണ്ട്, ബാക്കിൽ ഇവിടെയും ഇവിടെ ഇരുന്നതാണ്. അപ്പം പഴയ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ്. ഇത് വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രണ്ടിൽ അവിടെയും ഇവിടെയും കൂടെ വയ്ക്കാനുള്ള സ്പീക്കർ വേണം. അപ്പോൾ ഇത് എൻ്റെ പഴയൊരു ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ആ സ്പീക്കർ കൊടുക്കാനാണ് പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വയറും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റീരിയോ കൊടുത്തിട്ട് ഒരു കണക്ഷൻ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സ്പീക്കർ, അവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സ്പീക്കർ, അതേപോലെ മൊത്തം 4 സ്പീക്കർ.
എല്ലായിടവും വർക്കിംഗ് ഫൈൻ. സൗണ്ട് കൂട്ടി നോക്കാം. പൊളി പൊളി. The next day. അപ്പം നമ്മൾ വണ്ടിയുടെ മാറ്റ് കാര്യങ്ങളെല്ലാം ഇളക്കി തിരിച്ച് തുരുമ്പ് വലിയ രീതിയിൽ ഞാൻ വിചാരിച്ചത്ര തുരുമ്പില്ല. ഉള്ള ഭാഗത്തെല്ലാം ഈ പറഞ്ഞ പേപ്പർ ഒഴിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ടാർ പോലൊരു സ്റ്റിക്കർ വാങ്ങാൻ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് ഫുൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത്ര തുരുമ്പേ ഇല്ല. അപ്പോൾ ഒരു സെക്കൻഡ്സ് വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ഈ ഒരു കേസസ് ശ്രദ്ധിച്ചിരിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മണ്ടം പണിയാണ്. അപ്പം കുറച്ച് ഒരു ദിവസത്തെ പണിയുണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഒരു സെറ്റൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് വരുന്ന സ്പീക്കേഴ്സ് വർക്കിംഗ് ആയിരുന്നു. അതിൻ്റെ വയറിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അന്തക്കാലത്തിലെ ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ വണ്ടിയിൽ ഇവിടെ ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നു. ഈ ഒരു പോർഷനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് താഴെ ഈ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം വരുമായിരുന്നു. അപ്പോൾ അത് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഓൾ സെറ്റ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ എല്ലാ സൈഡ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം ചെക്ക് ചെയ്യണം. പക്ഷേ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ വണ്ടി കിട്ടിയാലേ പറ്റുള്ളൂ. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ബൈ.